പുതിയ ദിവസം ഇനി നമുക്ക് രാവിലെ തന്നെ ദിലീപിന്റെ റെസിപ്പിയായി പുട്ടും മാമ്പഴത്തിനാണ് തുടങ്ങുക. സംഗതി വിചാരിച്ചമായല്ലോ, പഴത്തിനെക്കാട്ടി നാക്കുണ്ട്. ഇതിന് മക്കളെ അളിയാ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് ഇക്കാന മോനെ ഇയാജി ആകെ പോസ്റ്റാണ്. എന്നാ പിന്നെ ഓനെ പഴയ കാലത്ത് കൊണ്ടേക്കാണ് തോട്ട് പോയി മീൻ പിടിച്ച് വിചാരിച്ചിട്ട് ഓനെ പുറത്തേക്ക് മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടമാണല്ലോ, നാട്ടിൽ പെട്ടിപ്പിട്ടും ചൂണ്ട കിട്ടാനില്ല. അതുകൊണ്ട് ഹൈടെക് ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി ചൂണ്ടൻ ചാണ്ടി ഇനി നമ്മൾ മീൻ പിടുത്തത്തിൽ അഗ്രഹണിനെ ഒരാൾ ഇറക്കാൻ പോകണം. അതെ, ഇന്റെ ഡാഡി ഈ ചൂണ്ടിയും കൊളത്തും സെറ്റാക്കി തീരെ വെച്ചതാ. പിന്നെന്താ ഒറ്റ തുടങ്ങലാവും. മൂപ്പരിന്റെ മാതിരി തട്ടിക്കൂട്ട് പണിയൊന്നുമില്ല, 100% പ്രൊഫഷണൽ. ഇനി ചൂണ്ടമക്കളുടെ മെയിനരാ എന്തരാ പുയര. എന്റെ പൊന്നു മോനെ, പുയരനെ കിട്ടാനുള്ള ഒരു പാടോ. ഈ നാട്ടിലൊന്നും ഇപ്പൊ പുയരല്ലടോ. ഒന്ന് രണ്ടെണ്ണം എന്റെ പേരിന്ന് പിന്നെ തികയാത്തോണ്ട് അയൽവാസിന് തൊടു പോയി കളിച്ചിട്ടൊക്കെ 4 കിട്ടിയത്. കിട്ടി പുയരെ തികയാത്തോണ്ട് ഉമ്മാനെ കൊണ്ട് പറഞ്ഞുകൊണ്ട് പൊറാട്ടക്ക് വയ്ക്കണ ഒരു മൈദമാവ് ഉണ്ടാക്കി കുഴച്ച് കിട്ടിയ മീനെ പൊരിച്ചാൻ വേണ്ടി ഉമ്മാനെ കുറച്ച് മസാല ഉണ്ടാക്കിക്കാൻ മറന്നുകൊണ്ട് ഇപ്പൊ ഉണ്ടാക്കി തന്ന പ്രൊഫഷണൽ ചൂണ്ടിട്ടുള്ളിട്ടുണ്ട് തണ്ടും കളിച്ചാണ്ട് ഇറങ്ങി. തോട്ടിലെത്തിയപ്പോഴും ചെക്കൻ റൂളൊക്കെ അറിയാം, ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഒച്ച ഉണ്ടാക്കിയാൽ എന്താ മീൻ പോവേ. ഞാൻ ചന്ദ്രൻ മണ്ണി ഇരുന്നിട്ട് പുയറിനെ ചൂണ്ടമ കൊളുത്താൻ തുടങ്ങി. ചെക്കനാണെങ്കിൽ പുയറിനെ കാണുമ്പോൾ പേടിച്ച് നീങ്ങി പോകണം. അല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുയരാന്നാ പറയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ, ഒന്ന് കമന്റ് ചെയ്തിട്ടോ. ഐശ്വര്യക്കാണ് ചൂണ്ട വള്ളത്തിൽ ഞാൻ ഉദ്ഘാടനം കഴിച്ചു. സംഗതി വള്ളം നല്ല ഒഴുക്കുള്ള ചൂണ്ട ഒഴുകി പോടോ. അല്ലെങ്കിൽ അവിടെ നിന്നൊരു മീൻ കിട്ടില്ല. ഞാൻ കുറച്ച് ഇപ്പുറത്തേക്കാണ് മാറി. എന്റെ കുമ്പിടിൽ ഇങ്ങനെ കണ്ട ഇപ്പൊ കിട്ടൊരു അയക്കോറ തേങ്ങ മീൻ പോയിട്ട് തവളാപ്പൊട്ടലും കൂടി ഇല്ല അതിന്റെ ഉള്ളിൽ. ഇയാളാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മീൻ പിടിക്കാം. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു മീൻ പിടിക്കാം, എങ്ങനെ ഒരു മീൻ പിടിക്കാതിരിക്കാം എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇതുകൊണ്ട് എന്റെ അമ്മ പറഞ്ഞ മീൻ പുയറിനൊക്കെ പള്ളർച്ച് നല്ലോണം തിന്നു. പക്ഷെ ഒന്നും കരക്ക് വരില്ല എന്ന് മാത്രം. കിട്ടി ഈ തേങ്ങന്റെ മൂട് മീനെ വെച്ച് പൊക്കിയതാ കുറെ നേരത്തിന് ശേഷം. ഏതോ മൂച്ചിമത്തെ ഇലയാണ് പിരാത് കണ്ട് കടിച്ച്. എന്തടോ ഒന്നും കിട്ടണില്ലടോ, ആകെ ചടച്ച്. അല്ലെങ്കിൽ മീനൊന്നും പൊച്ചുന്നാൻ പാടില്ല. ഓലൊക്കെ പാവങ്ങൾ ഓൽക്കും ജീവിക്കണ്ട. അതുകൊണ്ട് ഞാൻ കൊടുന്ന ഫുഡൊക്കെ ഫ്രീ ആയിട്ട് ഓൽക്കണം കൊടുത്ത് അത് ആഘോഷിക്കട്ടെ. ഓല് സങ്കടമൊന്നും ഇല്ല, എന്നാൽ ചെറിയൊരു വിഷമം. അതല്ല എന്റെ അമ്മയുടെ മസാലയും കൂട്ടി കാത്തുകൊണ്ടാവല്ലോ. നീ എന്റെ മാനോട് ഞാൻ എന്താ പറയാ റബ്ബേ. ഗുണപാഠം എന്താ അറിയോ, നമ്മളൊരു സംഗതിക്ക് ശ്രമിച്ചിറങ്ങുക. പക്ഷെ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചു, ഓക്കെ. അല്ല, നമ്മൾ വീട്ടിലിരിക്കരുത്. നമ്മൾ ശ്രമിച്ചു. ഈ പാഠം പഠിപ്പിക്കാനാണ് അന്ന് ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി കൊടുത്തത്. ഓക്കെ, മീൻ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. പക്ഷെ നാളെ നമ്മൾ ശ്രമിച്ചു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക.